ശ്രീ കെ എം ആന്റണി, റിട്ടയർഡ് എസ് പി ആണല്ലോ. ഇന്നിപ്പോൾ പോലീസ് രാവിലെ നടത്തിയ പ്രതികരണമായാലും വൈകിട്ട് നടത്തിയ പ്രതികരണമായാലും ഈ മാനസിക പ്രശ്നങ്ങളുള്ള ശ്രീതുവിൻ്റെ സഹോദരൻ നടത്തിയ ഒരു കൃത്യം എന്ന രൂപത്തിലേക്കാണ് പോലീസ് അനുമാനം എത്തുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ ചോദ്യം ചെയ്ത ശേഷവും മൊഴികളിൽ പൊരുത്തക്കേട്, പറയുന്നതിൽ വൈരുദ്ധ്യം എന്നൊക്കെയാണ് ആദ്യ സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരാളിലേക്ക് എന്ന രൂപത്തിലേക്ക് പോലീസ് എത്തുന്നു. താങ്കൾക്കിതിൽ എന്താണ് തോന്നുന്നത്? നാട്ടുകാരുടെ പ്രതികരണം, നാട്ടുകാരുടെ മൊഴി അതിൽ പോലീസ് ഗൗരവത്തിൽ എടുക്കേണ്ടതല്ലേ? കാരണം എന്തൊക്കെയോ അസ്വാഭാവികതകളുണ്ട്. സഹോദരിയും സഹോദരനും തൊട്ടടുത്ത മുറികളിലിരുന്ന് വാട്സപ്പ് ചാറ്റ് നടത്തേണ്ട സാഹചര്യമില്ലല്ലോ. അപ്പോൾ അതിൽ ആ ചാറ്റാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു, അത് റിട്രീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാതെ ഇതിൽ മറ്റ് വിഷയങ്ങളില്ല എന്ന രൂപത്തിലേക്ക് പോലീസ് അനുമാനത്തിലേക്ക് എത്തുന്നത് അത് വേഗത്തിലായി പോയോ? ഇതിനകത്ത് അസ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ദുരൂഹമായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കേസിൻ്റെ ആരംഭം മുതൽ ഇന്നലെ ഇത് റിപ്പോർട്ടായി മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്ന സമയം തൊട്ട് തന്നെ ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറ്റമേറ്റു എന്ന് പറഞ്ഞു. കുറ്റമേറ്റു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേസിൻ്റെ അന്വേഷണം തീരുകയല്ല ചെയ്യുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില സംഭവങ്ങളിലോ ചില കേസുകളിലോ ഒക്കെ കുറ്റമേൽക്കാൻ ആൾ കാണും. പക്ഷെ അതല്ല, കുറ്റമേറ്റു കഴിഞ്ഞാൽ കുറ്റമേൽക്കാനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ളത് ആദ്യം നോക്കണം. അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ കുറ്റകൃത്യത്തിലേക്കുള്ള തെളിവുകളിലേക്കാണ് പോകേണ്ടത്. ഇയാൾ ആദ്യം തന്നെ കുറ്റമേൽക്കുകയും അതിനുശേഷം എങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ മറ്റു തെളിവുകളെ ചോദിച്ചപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. അയാൾ ആ മറുപടി എന്ന് പറയുന്നത് അതൊരു യുക്തിയുള്ള മറുപടിയാണ്. കാരണം അപ്പോൾ അതിനകത്ത് അയാൾ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കേസിൻ്റെ ആകെ നമ്മൾ പശ്ചാത്തലമാകാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ഒന്ന് ശ്രീതു, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹരിദാസ്, ഹരികുമാർ, അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ, ഇത്ര ആൾക്കാരിലാണിത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു ജ്യോതിഷിയുമുണ്ട്. അയാളും ഈ കുടുംബവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് തന്നെയാണ് ഇതിലേക്കുള്ള വെളിച്ചം വീശേണ്ടതുള്ളത്. അപ്പോൾ പോലീസ് കൃത്യമായിട്ട് ഇന്നലെ പകൽ മുഴുവനും രാത്രിയും അതുപോലെ തന്നെ ഇന്നും ഇതിനെ സംബന്ധിച്ച് കാര്യമായ ഗൗരവമായ അന്വേഷണം നടത്തിയെന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇയാൾ മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇയാൾ സാമാന്യ നിലയിൽ ബുദ്ധിയുള്ള ഒരാളായിട്ടാണ് ഇപ്പം അയൽവാസിയായ ആൾ പറയുന്നത്. അയാൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അത്ര മോശമല്ലാത്ത രീതിയിലുള്ളൊരു ബുദ്ധിയുള്ള ആൾ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കുട്ടിയെ കൊലപ്പെടുത്തുവാനുള്ള കാരണം എന്താണ്? വെറും 2 വയസ്സുള്ള അല്ലെ 2.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ എറിഞ്ഞ് ക്രൂരമായിട്ട് കൊലപ്പെടുത്താനുള്ള കാരണം. അങ്ങനെ തൻ്റെ കുഞ്ഞ് മരണപ്പെട്ടിട്ടും അമ്മയായിട്ടുള്ള ഈ ശ്രീതു അതിനോടൊരു ആ രീതിയിലുള്ള ഒരു പ്രതികരണമല്ല അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയും മറ്റും കാണുന്നത്. അപ്പോൾ അവർക്ക് ഈ കുടുംബത്തിന് മൊത്തമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കാണ്. നടക്കുന്ന പല മരണങ്ങളിലും ഈ രൂപത്തിലാണ്. പ്രതികരണങ്ങളിൽ ഒരു വേദന അനുഭവിക്കുന്നതായി നമുക്ക് പലപ്പോഴും പ്രതികരണങ്ങളിൽ കാണാറില്ല. ഇന്നിപ്പോൾ ആ കുടുംബത്തിൽ നിന്ന്, കുഞ്ഞു മരിച്ച ശേഷമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന മറ്റു പല പ്രതികരണങ്ങളായാലും അവിടെ ബന്ധങ്ങൾ വഷളായതിനെക്കുറിച്ച് വാചാലാകുന്ന ബന്ധുക്കൾ തന്നെ, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, അവരൊക്കെ തന്നെയും ഈ കേസിൽ പ്രതികളല്ലാത്തതുകൊണ്ട്, പ്രതികൾ ചേർക്കപ്പെടാത്തതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു വേദന അവർക്കൊന്നുമില്ല പ്രതികരണങ്ങളിൽ. തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് സമൂഹത്തിലുണ്ടായിട്ടുള്ള പൊതുവിലുള്ള മാറ്റമാണോ അതോ ഈ കുടുംബമല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ മാറ്റമാണോ എന്നുള്ളതൊക്കെ നമ്മൾ പഠനവിധേയമാക്കേണ്ടതാണ്. കാരണം സാധാരണ നിലയ്ക്ക് 2.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, അതിൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു പ്രായമുള്ള സ്ത്രീയുടെ ഒരു സംഭാഷണം ഞാൻ കേട്ടായിരുന്നു. അവർ പറഞ്ഞു വളരെ മിടുക്കിയായിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്, ആ അമ്മയ്ക്ക് ടാറ്റ കൊടുക്കും, അങ്ങനെ വളരെ നല്ലതായിട്ട് നടന്ന ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ടതിൽ അമ്മയ്ക്കോ അമ്മയുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കൾക്ക് ആർക്കും തന്നെ അതൊരു വലിയ വിഷയമായിട്ടോ പ്രശ്നമായിട്ടോ കാണുന്നില്ല. ഇവരിൽ ആരെങ്കിലും മുന്നോട്ട് വന്ന് തുറന്നു പറയുകയാണ് ഇതിൻ്റെ കാരണങ്ങളെങ്കിൽ അത് പോലീസിന് അക്കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഹരികുമാർ മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ
അത് മാത്രം മതി. നമുക്കതിനപ്പുറത്തേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സത്യം എന്താണോ അത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് പോലീസിൻ്റെ കടമയായിട്ടുള്ളത്. കാരണം ഇതിൽ ഏകദേശം പോലീസ് കൃത്യമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പം റൂറൽ SP എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കെ സുദർശൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്നതും പ്രാപ്തനുമായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. യാതൊരു രീതിയിലും അതിനകത്തൊരു അപാകതയോ അല്ലെ അലംഭവമോ ഒന്നും സംഭവിക്കില്ല. പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പം ഇത് മാനസിക വൈകല്യം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം ഇത്ര ക്രൂരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ്. അത് കരുതിക്കൂട്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അയാളാണ് ചെയ്തിരിക്കുന്നത്, അയാൾ മാത്രമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ കുട്ടിയെ എന്തിനു വേണ്ടിയാണ് പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത്? അതും അയാളുടെ സഹോദരിയുടെ മകളാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം വേണം. ഇതിനകത്ത് ആഭിചാരവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ തല മുണ്ടനം ചെയ്തു, ഈ കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ അമ്മാവനും അതുപോലെ തന്നെ അമ്മയും. അതിനുശേഷം ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു സംഭാഷണം വരുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ ഒരു ജ്യോതിഷിയുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ അനധികൃതമായിട്ട് പണത്തിൻ്റെ ഇടപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വന്ന പണം എവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ചും ആർക്കും ഒരു വിവരം കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നോക്കുമ്പം ആകെ ഒരു ദുരൂഹതയുള്ള സംഭവങ്ങളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനൊരു കൊലപാതകം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നടന്നു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം ഒരു മണിക്കൂറുകൾക്കകം പോലീസിന് കിട്ടേണ്ടതാണ്. അത് കണ്ടെത്താൻ സാധിക്കും. ഇതിനകത്ത് ആ രീതിയിലുള്ളൊരു നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ എത്താൻ പറ്റുന്നില്ല. ഇനി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് പുറത്ത് പറയാതിരിക്കുന്നതാണോ ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് ഉള്ളതുകൊണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഏകദേശം ഈ 4-5 പേരുടെ പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കൊലപാതകം, ആ കൊലപാതകം ഒരു കുടുംബത്തിൽ നടന്ന കൊലപാതകം, അതിന് കൃത്യമായ ഒരു വിവരം കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം ഈ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അതീവ ബുദ്ധിമാനായിട്ടുള്ള ഒരു ക്രിമിനലാണ് എങ്കിൽ ചിലപ്പോൾ അയാൾ പോലീസിനെയും ഈ പറഞ്ഞ രീതിയിൽ കബളിപ്പിക്കാനുള്ള പരിപാടികൾ നടത്താൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ അയാൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഏതോ ഇടപെടൽ ആരോ ഇതിലുണ്ടോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ കുറ്റം ഏറ്റെടുക്കാനുള്ള ആദ്യത്തെ കാരണം. പിന്നെ ബാക്കിയുള്ളത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ വരും. കാരണം കുറ്റമേക്കുക എന്നുള്ള ഒറ്റ പ്രവൃത്തി കൊണ്ട് മാത്രം ഒരാൾ പ്രതിയാവുന്നില്ല. അപ്പോൾ അത് പ്രതിയിലേക്ക് അയാളെ അല്ലെങ്കിൽ തെളിവിലേക്കോ അയാളെ കൊണ്ടുവരാൻ പറ്റില്ല. അതിനനുബന്ധമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം. ഈ കേസിലും അത് തന്നെ സംഭവിക്കും അല്ലെങ്കിൽ അത് തന്നെ നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. ഇതിൽ ഇപ്പം അയാളെ നാളെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്തിട്ട് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് തെളിവ് ശേഖരിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർ അതിന് പ്രാപ്തരായ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. SP ആണെങ്കിലും DYSP ആണെങ്കിലും ഒക്കെ അതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ നമുക്ക് വിശ്വസിക്കുക തന്നെ ചെയ്യാം. അത് വ്യക്തമായിട്ടും ആ ഒരു ധാരണയാണ് എനിക്കുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.